ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചൂട് സമയത്ത് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ്. കസ്റ്റാർഡ് പൗഡറൊന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ ഒരു ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം കട്ടിയുള്ള പാല് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോർ ആണ്. 2 സ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കട്ടകളൊന്നും ഇല്ലാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഇതൊന്ന് ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് പാലൊന്ന് തിളപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പാല് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. നമുക്ക് ആ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ കളറും അതുപോലെ തന്നെ ആ ഒരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒരല്പം ഏലക്കാപ്പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതിയാവും. നമുക്കൊരു കളറും ആ ഒരു മണമൊക്കെ ഒന്ന് കിട്ടിക്കോളും. ഇപ്പം പാല് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കോൺഫ്ലോർ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം ഒന്ന് തിളപ്പിക്കാനായിട്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഈ കോൺഫ്ലോർ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് പാല് കുറച്ചൊന്ന് തിക്കായിട്ട് വരും. ഈ ഒരു പരുവം വരേക്കും നമുക്കൊന്ന് തിളപ്പിച്ച് എടുക്കാം. ഇപ്പം പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാം. ഇനി നമ്മുടെ പാലൊക്കെ ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്രൂട്ട്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ വാട്ടർമെലൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു പഴം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ മസ്ക് മെലോണും 1 കപ്പ് അളവിൽ ഗ്രീൻ ഗ്രേപ്സും എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഓറഞ്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ആപ്പിൾ തൊലിയോട് കൂടിയിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്ത് ഒരു 5 ഈന്തപ്പഴം കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഏത് ഫ്രൂട്ട്സാണോ കൂടുതലായിട്ട് താല്പര്യം അതിനനുസരിച്ചിട്ട് അതിൻ്റെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തിളപ്പിച്ച് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഏറ്റവും അടിയിലായിട്ട് ഇട്ടിട്ടുള്ള ഫ്രൂട്ട്സും എല്ലാം തന്നെ ഒന്ന് മിക്സായി വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രൂട്ട് സലാഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ കസ്റ്റാർഡ് പൗഡറൊന്നും ഉപയോഗിക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.